ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. 2025 വർഷത്തിലെ നോമ്പിൻ്റെ ആദ്യ ദിനത്തിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിച്ചിരിക്കുകയാണ്. ഈ നോമ്പ് കാലഘട്ടം ദൈവവുമായുള്ള ആത്മബന്ധത്തിൽ നമുക്കൊരുമിച്ച് മുന്നേറാം. ഇന്ന് ചാമ്പൽ ബുധനാഴ്ചയായി നാം ആചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തെറ്റുകളെയും എല്ലാ കുറവുകളെയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ വെണ്ണീറാക്കി കളയുവാൻ നമുക്ക് സാധിക്കണം. അതിന് നാം ദൈവവുമായുള്ള ഒരു അടുപ്പം ഉണ്ടാക്കിയെടുത്തേ മതിയാകുള്ളൂ. അതിനായി നമുക്ക് ഇന്നു മുതൽ ഒരുങ്ങാം. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളാണ്. അവിടെ പ്രകാരം എഴുതിയിരിക്കുന്നു: എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടെ ഇതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. യോഹന്നാന്റെ ആദ്യ ലേഖനത്തിൽ നിന്നുള്ള ഈ ഭാഗം വിശ്വാസികൾക്ക് പ്രത്യാശയുടെയും വീണ്ടെടുപ്പിൻ്റെയും സന്ദേശമാണ് നൽകുന്നത്. മനുഷ്യത്വത്തിനും ദൈവത്തിനുമിടയിൽ ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ യേശുക്രിസ്തുവിൻ്റെ പങ്ക് ഇവിടെ ഊന്നിപ്പറയുന്നുണ്ട്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ വിശ്വാസികൾക്ക് ലഭ്യമാകുന്ന കൃപയുടെയും കരുണയുടെയും ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണിത്. യോഹന്നാൻ തൻ്റെ സദസ്സിനെ എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അവരോടുള്ള ആഴമായ കരുതലും അനുകമ്പയും പ്രകടമാക്കിക്കൊണ്ട് ഈ വാക്യം ആരംഭിക്കുന്നു. പാപത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് താൻ അവർക്ക് ഈ ലേഖനം എഴുതുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ അനുയായി എന്ന നിലയിൽ നീതിയും ധാർമ്മികവുമായ ജീവിതം നയിക്കേണ്ടതിൻ്റെ പ്രാധാന്യം പ്രതിഫലിപ്പിക്കുന്ന ദൈവഹിതത്തിന് അനുസൃതമായി ഒരു ജീവിതം നയിക്കാനുള്ള യോഹന്നാന്റെ ആഗ്രഹം തൻ്റെ വായനക്കാരോട് പ്രകടമാക്കുകയാണ്. പാപം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാനായി വിശ്വാസികൾ പരമാവധി ശ്രമിക്കുമ്പോഴും പാപത്തിൻ്റെ അനിവാര്യതയെ ഈ ഭാഗം അംഗീകരിക്കുന്നുണ്ട്. എന്നിരുന്നാലും യേശുക്രിസ്തുവിലൂടെ പാപത്തിന് ഒരു പരിഹാരമുണ്ട് എന്ന് ഇവിടെ ഉറപ്പു നൽകുകയാണ്. യോഹന്നാൻ യേശുവിനെ പിതാവിനോടൊപ്പമുള്ള വക്താവ് എന്ന് തിരിച്ചറിയുന്നു. മനുഷ്യത്വത്തിനും ദൈവത്തിനും ഇടയിലുള്ള ഒരു മധ്യസ്ഥൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പങ്ക് ഇവിടെ ഊന്നിപ്പറയുകയാണ്. വിശ്വാസികളും ദൈവവും തമ്മിലുള്ള ബന്ധം സുഗമമാക്കുന്നതിൽ യേശുവിൻ്റെ സ്ഥാനം വളരെ വലുതാണ്. അവൻ്റെ കുരിശിലെ ബലിമരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശുക്രിസ്തുവിനെ നമ്മുടെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തം എന്ന് വിവരിച്ചുകൊണ്ട് ഈ വാക്യം തുടരുകയാണ്. വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത പ്രവർത്തനത്തിന് ഇത് അടിവരയിടുന്നു. പ്രാപനം എന്ന പദം പ്രസാദിപ്പിക്കൽ അല്ലെങ്കിൽ അനുരഞ്ജനം എന്ന ആശയമാണ് നൽകുന്നത്. യേശുവിൻ്റെ യാഗം നീതിയുടെ ആവശ്യങ്ങൾ ഫലപ്രദമായി തൃപ്തിപ്പെടുത്തുന്നുവെന്നും പാപിയായ മനുഷ്യരാശിക്ക് പാപമോചനവും കരുണയും നൽകുവാൻ ദൈവത്തെ പ്രാപ്തനാക്കുന്നുവെന്നും ഇവിടെ സൂചിപ്പിക്കുന്നു. ഇത് പാപപരിഹാരത്തിലെ അടിസ്ഥാന ക്രിസ്തീയ വിശ്വാസത്തെ വളരെ നന്നായി പ്രതിഫലിപ്പിക്കുന്നുണ്ട്. മനുഷ്യരാശിയെ ദൈവവുമായി അനുരഞ്ജിപ്പിക്കുന്നതിൽ യേശുവിൻ്റെ മരണത്തിൻ്റെ വീണ്ടെടുപ്പ് ശക്തിയെ ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അതുകൂടാതെ യേശു വിശ്വാസികളുടെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തം മാത്രമല്ല, മുഴുവൻ ലോകത്തിൻ്റെയും പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണെന്ന് യോഹന്നാൻ ഇവിടെ വ്യക്തമാക്കുകയാണ്. ഈ ഭാഷാശൈലി
ക്രിസ്തുവിൻ്റെ പാപപരിഹാര വേലയുടെ സാർവത്രിക സ്വഭാവത്തെയാണ് അടിവരയിടുന്നത്. അവരുടെ പശ്ചാത്തലമോ സാഹചര്യമോ പരിഗണിക്കാതെ എല്ലാ ആളുകൾക്കും രക്ഷ വാഗ്ദാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കൃപയുടെയും ശക്തമായ പ്രകടനമാണിത്. എല്ലാ മനുഷ്യരാശിയുടെയും രക്ഷയ്ക്കുള്ള അവൻ്റെ ആഗ്രഹത്തെ ഇവിടെ പ്രകടിപ്പിക്കുന്നു. ചരിത്രപരവും ദൈവശാസ്ത്രപരവുമായ സന്ദർഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യകാല ക്രിസ്ത്യൻ സമൂഹത്തിനുള്ളിലെ പ്രത്യേക വെല്ലുവിളികളും ആശങ്കകളും അഭിസംബോധന ചെയ്യുന്നതിനാണ് 1 യോഹന്നാൻ എഴുതിയതെന്ന് തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനമാണ്. ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളെ തുരങ്കം വയ്ക്കുന്ന തെറ്റായ പഠിപ്പിക്കലുകളോട് പോരാടുകയായിരുന്നു യോഹന്നാൻ. ഈ പ്രത്യേക ഭാഗത്തിൽ പാപത്തിനുള്ള പരിഹാരമായി യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ ആവശ്യകതയെ യോഹന്നാൻ ഊന്നിപ്പറയുന്നുണ്ട്. മനുഷ്യപ്രയത്നത്തിലൂടെ മാത്രമേ രക്ഷ നേടാനാകൂ എന്ന ധാരണയെ ഇവിടെ എതിർക്കുകയാണ്. പ്രതീകാത്മകമായി പറയുകയാണെങ്കിൽ മനുഷ്യത്വത്തിനും ദൈവത്തിനും ഇടയിലുള്ള പാലമെന്ന നിലയിൽ യേശുക്രിസ്തുവിൻ്റെ നിർണായക പങ്കിനെ ഈ ഭാഗം ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. പിതാവിൻ്റെ മുമ്പാകെ നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു അഭിഭാഷകനായും പാപത്തിനെതിരായ ദൈവക്രോധത്തെ ശമിപ്പിക്കുന്ന പ്രായശ്ചിത്തമായും അദ്ദേഹം ചിത്രീകരിക്കപ്പെടുന്നു. ഈ ചിത്രം ക്രിസ്തുവിൻ്റെ ത്യാഗത്തിൻ്റെ അഗാധമായ പ്രാധാന്യത്തെയും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ അതിൻ്റെ പരിവർത്തനാത്മകമായ സ്വാധീനത്തെയും നമുക്ക് കാണിച്ചു തരികയാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വിശ്വാസികൾക്ക് പ്രത്യാശയുടെയും ഉറപ്പിൻ്റെയും അഗാധമായ സന്ദേശം പ്രദാനം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രവർത്തനത്തെയും രക്ഷയുടെ സാർവത്രിക വാഗ്ദാനത്തെയും ഊന്നിപ്പറയുന്ന ഒന്നാണ്. ക്രിസ്തീയ വിശ്വാസത്തിൽ ക്രിസ്തുവിൻ്റെ കേന്ദ്രീകരണത്തിൻ്റെയും അവൻ്റെ പാപപരിഹാര ബലിയുടെ പരിവർത്തന ശക്തിയുടെയും ഓർമ്മപ്പെടുത്തലായി ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലൂടെ ദൈവത്തിൻ്റെ സമൃദ്ധമായ കൃപയുടെ വെളിച്ചത്തിൽ വിശ്വസ്തതയുടെയും നീതിയുടെയും ജീവിതത്തിലേക്ക് ലോകത്തെ നയിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആയതിനാൽ നമുക്ക് വേണ്ടി ഒരു കാര്യസ്ഥനുണ്ട്, നമുക്ക് വേണ്ടി വാദിക്കുവാൻ. എന്നാൽ ആ കാര്യസ്ഥൻ നമ്മോട് ആവശ്യപ്പെടുന്നത് പാപം ചെയ്യാതിരിക്കുക. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.